ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് വരികയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അതേ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നിട്ടുള്ള മാവാണ്. ഞാനിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവാണ് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ മൈദാമാവ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവും മൈദാമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ രീതിയിലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഗോതമ്പ് മാവ് വെച്ച് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മാവെല്ലാം ഞാൻ അത്യാവശ്യം വലിയ വലിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ 2 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇനി ഇതിലും വലിയ ബോൾസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഞാനതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തരുത്, കുറച്ച് കനത്തെ വേണം പരത്താൻ. എന്ന് വെച്ചാൽ ഒരുപാട് കനവും ആയി പോകരുത് കേട്ടോ. പക്ഷേ ചപ്പാത്തിയെക്കാട്ടിൽ കുറച്ച് കൂടുന്ന കനത്തെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിതൊരു ഓവൽ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും ഞാൻ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഈ കട്ട് ചെയ്ത് വെക്കുന്ന മാവ് നമ്മൾ ബാക്കി മാവിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് അടുത്തത് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതാണ്ട് ഇതുപോലെ ഒരു 3ആയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു രീതിയിലും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓപ്പോസിറ്റായിട്ടുള്ള 2 കോണുകൾ താണ്ട് ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 കോണും ഇതുപോലെ പുറകോട്ട് ചേർത്ത് വെച്ചിട്ട് അതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടല്ലേ, നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഒരു ഫ്ലേവറിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പിലല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അതാണ്ട് ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വെച്ചേക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു കടായിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള പാത്രം എടുക്കുമ്പോഴേ കുറച്ച് വലിയ പാത്രം എടുക്കണം. കൂടുതൽ വെള്ളത്തിൽ കിടന്നാണ് ഇത് കുക്കായിട്ട് വരേണ്ടത്. അല്ലാതെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇത് 2-3 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ രീതിയിലൊന്ന് അടി കൂട്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാനും അതുപോലെ വിട്ട് കിട്ടാൻ വേണ്ടിയുമാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞ് ഉടനെ ഒന്നും ചെയ്യരുത്. ഒരു 2 മിനിറ്റിന് ശേഷം മാത്രമേ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. പക്ഷേ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേ ഇത് തിളച്ച് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ്, അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഒട്ടലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. 1 മിനിറ്റ് ആ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളമൊക്കെ തോരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്.
സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇനി നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് പാസ്ത മസാലയാണ്. 1 ടീസ്പൂണോളം പാസ്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ മാഗി മസാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ തോന്ന് നല്ലൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതാണ്ട് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഇതെല്ലാത്തിലും ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി പിടിച്ച് കിട്ടും. ഇനി നമ്മളിത് കുക്ക് ചെയ്ത വെള്ളം ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നല്ല ആവിയൊക്കെ കയറി നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ അതാ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് വേണ്ടി പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ചില്ലി ഫ്ലേക്സോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മാവ് കുഴച്ചപ്പോഴും അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയപ്പോഴും പാസ്ത മസാലയിലും ഒക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അത് നമ്മുടെ വീട്ടിലെ ചപ്പാത്തി മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.